റെസിപ്പി ഷാഹി പനീറാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെങ്കിൽ നെയ്ച്ചോറായാലും എന്തിൻ്റെ കൂടെ ആയാലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു വലിയ ഉള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയെന്ന്. അപ്പോൾ വലിയ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആണെങ്കിൽ 2 എണ്ണം ഇട്ടാൽ മതി. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ നമുക്ക് തക്കാളിയും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 6 അല്ലെങ്കിൽ 7 അല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. 10 അല്ലെങ്കിൽ 12 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിട്ടുള്ളത്. അഥവാ നിങ്ങൾ മിക്സിയിൽ ഇതേപോലെ എല്ലാം ഒന്നിച്ച് അരയുന്നില്ലെങ്കിൽ ആദ്യം തക്കാളി അരച്ചെടുത്താൽ മതി. അപ്പോൾ അത് നല്ല ലൂസായിട്ട് വരും. പിന്നെ അതിനുശേഷം ഉള്ളിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് അരച്ചാൽ മതി. ഒട്ടും വെള്ളം ചേർക്കാതെ എന്തായാലും അരച്ചെടുക്കണം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ പീസ് പട്ട, 2 ഏലക്കായ, ഒരു ബേ ലീഫ്, പിന്നെ 4-5 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം ഇട്ടൊരു 30 അല്ലെങ്കിൽ 45 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഒന്നിച്ചിട്ടാൽ മതി. ഞാനിവിടെ കാണിച്ചത് കൊണ്ട് മാത്രമാണ് വേറെ വേറെ ഇട്ടത്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കാം. കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം, കാരണം ഇത് നല്ലോണം പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. നിങ്ങളുടെ കൗണ്ടർ ടോപ്പും അടുപ്പൊക്കെ വേഗം മോശമാവും. കുറച്ച് വലിയ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ അതൊന്നും മോശമാവാണ്ട് നിങ്ങൾക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മേലെ തെളിയുന്നത് വരെ നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം മിക്സാക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം പാൽ തിളപ്പിക്കാൻ. അപ്പോൾ നമുക്കത് മൂടി വെച്ച് തിളപ്പിക്കാം. അതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലാക്കി ക്രീം ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി, എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാൽ മതി. ഞാനിവിടെ ചെറിയ സ്ക്വയർ ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് അത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും അത് റെഡിയാവും. അപ്പോൾ നമ്മുടെ ഷാഹി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മല്ലിയിലയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.